ഇങ്ങനെ ഒരു കട്ട്ലറ്റ് ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. നോമ്പറക്കാൻ നേരത്ത് ഇത് വെച്ചിട്ട് പണിപ്പാളോ എന്നുള്ളൊരു പേടിയുണ്ട് കേട്ടോ. ഒന്നും ആലോചിക്കാതെ അങ്ങോട്ട് ഉണ്ടാക്കാൻ നോക്കി. 2-3 സോസേജ് ചെറുതാക്കി അങ്ങോട്ട് അരിഞ്ഞെടുക്കുക. അര കഷ്ണം വെല്ലുള്ളി, 4 ഇല്ലി വെളുത്തുള്ളി രണ്ടൂടും ചേർത്തിട്ട് ചോപ്പറിൽ ഇട്ടിട്ട് നല്ലോണം അങ്ങോട്ട് ചോപ്പ് ചെയ്തെടുക്കണം. ഇതിന്റെ ഇടയ്ക്ക് ഞാൻ ഉരുളക്കിഴങ്ങ് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് വേവായി വന്നപ്പോൾ അത് മാറ്റി വെച്ചു. ചട്ടി ചൂടായി വന്നപ്പോൾ അതിലോട്ട് 2 ടീസ്പൂൺ ഓയിലും ചേർത്ത് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള വലിയ ഉള്ളിയും വെളുത്തുള്ളിയും ചേർക്കുക. ഇളക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. അതിന്റെ ഇടയ്ക്ക് ഉരുളക്കിഴങ്ങ് ചൂടാറാൻ മാറ്റുക. മസാലകളായി മഞ്ഞപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടിയും ചേർത്തിട്ട് സോസേജ് ഇട്ടിട്ട് നല്ലോണം മിക്സ് ആക്കി ഇങ്ങോട്ട് ചില്ലി ഫ്ലെക്സും കൂട്ടിയിട്ട് നല്ലോണം ഇങ്ങോട്ട് വേവിക്കാൻ വേണ്ടി മൂടി വെക്കുക. ആ നേരത്തെ ഉരുളക്കിഴങ്ങ് നല്ലോണം ഇങ്ങോട്ട് ഉടച്ചെടുക്കണേ. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മസാലയും കൂട്ടിയിട്ട് നല്ലോണം ഇങ്ങോട്ട് കുഴച്ചിട്ടതാ നല്ല കട്ട്ലറ്റിന്റെ ഷേപ്പ് അങ്ങോട്ട് എടുക്കുക. അപ്പം ഇത് ഉണ്ടാക്കി വന്നത് എന്താണെന്ന് മനസ്സിലായില്ല. ഇതാണ് സോസേജ് കട്ട്ലറ്റ്. ഇത് ബ്രെഡ് ക്രംസ് വെച്ചിട്ട് അങ്ങനെയും പൊരിക്കുക, അല്ലെങ്കിൽ കോഴിമുട്ടയിൽ ഇങ്ങനെ മുക്കി പൊരിക്കും ചെയ്യട്ടോ. അപ്പം ഇത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണാം.